ഇവിടെ ഏട്ടനും മക്കളും ഇതാ കടയിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം എന്തിനാ പോണത്? ചായ കുടിക്കാൻ. മനോജയുടെ ചായ കുടിക്കാൻ. അപ്പൊ ഇവർക്ക് മാത്രമേ അതിന് പറ്റുള്ളൂ. ഇപ്രാവശ്യം ഞാൻ ഇവർ മാത്രമേ ഉള്ളൂ. ഇവർക്ക് എപ്പോഴും ഉണ്ട് ഇന്ന കൂട്ടാതെ മനോജയുടെ കടയിൽ പോയിട്ട് ചായ കുടിക്കൽ പരിപാടി കേട്ടോ. അപ്പൊ ഇനി ഞാനും കൂടെ പോവാണ്. നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അപ്പൊ അത് നമ്മൾ പൊട്ടിക്കല്ല് എത്തിയിട്ടുണ്ട്. ഇവിടേക്കാണ് ഏട്ടനും മക്കളും ഇന്ന കൂട്ടാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചായ കുടിച്ച് പോവാറ്. അപ്പൊ ആറ്റുന്നവരൊന്ന് ചായ കുടിക്കാൻ വന്നപ്പോ കിട്ടിയ കടി പഴംപൊരി കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പഴംപൊരി. എനിക്ക് ഇഷ്ടമുള്ളത് ഉള്ളിവടിയും പരിപ്പുവടിയാണ്. അപ്പൊ മനോജയുടെ സ്പെഷ്യൽ ചായ ലൈറ്റ് ആയിട്ടോ 3 ലൈറ്റ് ഇഷ്ടപ്പെട്ടെ എന്താ അനുമോളോടെ പോയി നമ്മൾ ചാടിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുകൾ ഭാഗത്തെ കമ്പീന്റെ ഒക്കെ പെയിന്റ് പോയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഇങ്ങനെ തുരുമ്പുടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ പെയിന്റ് അടിക്കാണ്. പെയിന്റ് അടിക്കാണ് ഇതിനായിട്ട് വന്നതൊന്നല്ല, തുണികൾ തിരിച്ചിടാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ജസ്റ്റ് തോന്നിയപ്പോ കുറച്ചൊക്കെ ഞാൻ കാട്ടി വെച്ചിട്ടുണ്ട്. ദേവട്ടനെ കൊണ്ട് കഴിയുന്നിടത്തോളം ദേവട്ടനും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ആനിമോളും ചെയ്യുന്നു. ആനിമോളത് പറ്റി കുപ്പിതല്ല കുപ്പിയതല്ല മുങ്ങണില്ല. അതിന്റെ ചെറുതുണ്ടല്ലോ, അതെന്താ പറ്റാത്ത? അത് അത് ശരിയായിട്ടില്ല. ഇങ്ങനെ സ്മൂത്ത് ആവണ്ടേ? ഏകദേശം ഇവിടെ എത്തിട്ടോ. അതിന്റെ അടിയൊക്കെ ചെയ്യണമേ. അതിന്റെ അടി പെയിന്റ് അടിക്കുന്ന ഏട്ടനെത്തിയിട്ടുണ്ട്. ഏട്ടനോട് ഞാൻ വരാൻ പറഞ്ഞത് ഒന്ന് പെയിന്റ് അടിക്കാൻ സഹായിക്കാണ്. അപ്പൊ നമ്മുടെ കുട്ടികളെ പോലെ കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്റെ കയ്യിൽ പെയിന്റ് ഉണ്ട്. അപ്പൊ ഇതൊന്ന് കാണിക്കാൻ സ്വഭാവം കാണിച്ചു തരാൻ വേണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്തത്. ഞാൻ അതവിടെ പെയിന്റ് അടിച്ചോണ്ടിരിക്കണം. ആനിമോൾ വരെ എന്റെ കൂടെ സഹായിക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ ഒരു എന്തൊക്കെ എടാ വണ്ടി ഓടിക്കല്ല, സ്വയം കാലിട്ട് തൊഴിയുന്നില്ല. ആ പാവം 8-9 വയസ്സായ കുട്ടീനെ കൊണ്ടാണ് ഈ 32 കിലോയിലെ ഏട്ടന് ഓടിപ്പിക്കുക. പാവണ്ട് എന്താട്ടാ പാവണ്ട്. ദേവുട്ടന്റെ ആഗ്രഹമാണ് കേട്ടോ ഏട്ടനെ പിടിച്ചിരുത്തിയാണ്ട്. ഏട്ടാ പിടിച്ചിരുത്തി വന്നിക്കണോ. മെയിൻ പെയിന്റിംഗ് പണിക്കാരൻ കോണ്ടാക്ട് ചെയ്യുക ഷിജി. അവളെ അടിച്ചെന്തെങ്കിലും കുറ്റം കൊടുക്കണം. അല്ല കേസ് നിങ്ങളൊക്കെ വീട്ടിൽ ഇതേപോലെ ഉണ്ടോ? ഈ പെർഹോളിൻ്റെ അല്ലെങ്കിൽ പാരപ്പറ്റിൻ്റെ അടി എന്ന് പറയാം. പാരപ്പറ്റിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മഴ ചെയ്തിട്ട് പൊട്ടിപ്പോയിട്ട് നമ്മൾ വീട് വെച്ചിട്ട് 8 വർഷമായി. 8 വർഷമായപ്പോൾ നമുക്ക് ഇട്ട് പണി കാണും. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വെച്ചിട്ട് ഒന്നുകൂടി തേക്കണം, കറക്റ്റ് തേച്ച് വെക്കണം. എല്ലാവരും വീട്ടിലുണ്ടാവില്ല പോലെ. അപ്പൊ അതേ പെയിന്റിടെ കഴിഞ്ഞ് ഞങ്ങളുടെ പൂക്കോട്ടുംപാടത്തേക്ക് വന്നതാണ് കേട്ടോ. നാളെ ദേവുട്ടന്റെ സ്കൂളിൽ വേൾഡ് കപ്പാണ്. അപ്പൊ അവനെന്താ ജേഴ്സി വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഗ്രൂപ്പൊന്നും തിരിക്കാത്തതുകൊണ്ട് ഏത് ടീമിന്റെ വേണമെങ്കിലും ഇടാട്ടോ. അപ്പൊ ഇത് രണ്ടാൾക്കും ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചിട്ടോ. എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഒരു ഫുഡ് അടി നിർബന്ധമാണ്. അപ്പൊ അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാൻ കേട്ടോ. എപ്പൊ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും കസാമിയിലാണ് കയറാറ്. ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പൂക്കോട്ടുംപാടത്ത് പുതിയൊരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ ഇത് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒന്നും ഇറങ്ങിയിട്ടില്ല. ഏട്ടൻ പോയി വാങ്ങിക്കാണ് ചെയ്തത്. പണ്ടേ ഇഷ്ടം കഴിക്കും. അന്ന് ഞങ്ങൾക്ക് സ്ഥിരം പ്ലേസ് ഉണ്ട് കേട്ടോ. വാങ്ങിച്ച് ഞങ്ങൾ പോകും. കറക്റ്റേനി ആ ഭാഗത്തെത്തുമ്പോ ഞങ്ങൾ നിൽക്കും. എന്നിട്ട് ഇത് കഴിക്കും. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകും. അന്ന കാലം അടിപൊളി ഉപ്പായം. നോനോ പിന്നെ ദേവൂട്ടനും സന്തോഷായി. മുഖത്ത് പ്രസാദം കണ്ടോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.